അറിയുമോ, ഹദീസിന്റെ ലോകത്തെ ചക്രവർത്തിയായിരുന്ന ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ, അബൂ ഹനീഫ ഇമാം തങ്ങളെ പോലെ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെ, ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളെ പോലെ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ സ്വതന്ത്ര മുജ്തഹിദായ അത്യുന്നതമായ പാണ്ഡിത്യത്തിന്റെ രാജാവായ ഹദീസ് വിജ്ഞാനത്തിന്റെ നേതാവായിരുന്നു സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള സുഫിയാൻ അസ്-സൗരി തങ്ങളോട് അബൂ ജഅഫർ അൽ-മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആവണം, ജഡ്ജി ആവണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ജഡ്ജി ആവാൻ പറ്റൂല. കാരണം എന്താ? ജഡ്ജിയായ ചിലപ്പോ ഗവൺമെന്റ് പറയുന്നത് ഞാൻ ജനങ്ങളോട് പറയേണ്ടി വരും, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല. ഇന്നത്തെ ജഡ്ജിമാരൊക്കെ അങ്ങനെ ആയി പോകുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു? ജനങ്ങൾക്ക് നീതി വിധിക്കാൻ കഴിയില്ല, ഭരണാധികാരികൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കേണ്ടി വരും. അപ്പോൾ എന്റെ മനസ്സാക്ഷിയോട്, സത്യത്തോട്, നീതിയോട്, എല്ലാത്തിനും ഒരു രാജാതിരാജനായ റബ്ബിന്റെ നിയമത്തോട് അക്രമം കാണിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ജഡ്ജിയാകാൻ പറ്റൂല. അപ്പൊ അബൂ ജഅഫർ അൽ-മൻസൂർ പറഞ്ഞു, എന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. സുഫിയാൻ അസ്-സൗരി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ആലോചിക്കാൻ തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. മഹാനവറുകൾ രാത്രിയിൽ ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു കഴുതയെ തയ്യാർ ചെയ്ത് നാട് വിട്ടു കളഞ്ഞു. MLA സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു നാട് വിട്ടു. മഹാനായ സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി റളിയല്ലാഹു അൻഹു നാട് വിടുകയാണ്. അബൂ ജഅഫർ അൽ-മൻസൂർ അറിഞ്ഞു, അതേ സുഫിയാൻ അസ്-സൗരി തങ്ങൾ നാട് വിട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ഓർഡർ ഇടുകയാണ്, ആരെങ്കിലും സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി എന്നവരെ പിടിച്ചു തന്നാൽ ആവശ്യം പോലെയുള്ള ദീനാറുകൾ ഇനാം തരാം. ഇനാം പ്രഖ്യാപിക്കുകയാണ്. മഹാനായ സുഫിയാൻ അസ്-സൗരി തങ്ങൾ പോകുന്ന വഴിയിൽ ഹലാലായ വരുമാനം വേണമല്ലോ. ഒരു തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ്, ഈത്തപ്പന തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ്. തോട്ടക്കാരൻ അറിയുന്നില്ല ഇത് മുഹദ്ദിസുദ്ദുനിയ, ലോകം മുഴുവനും ഹദീസിന്റെ വിജ്ഞാനം പകർന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് ലക്ഷക്കണക്കിന് മനപ്പാടമുള്ള മഹാനായ പണ്ഡിതനാണ് എന്റെ തോട്ടത്തിൽ ജോലിക്ക് വന്നതെന്ന് മുതലാളിക്കറിയില്ല. അങ്ങനെ ജോലിക്കാരനായി തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ സുഫിയാൻ അസ്-സൗരി തങ്ങളുടെ മുതലാളി ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാണ്, ഓ വേലക്കാരാ, ഈ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള കുറച്ച് പഴമിങ്ങ് കൊണ്ടുവാ. മഹാനായ സുഫിയാൻ അസ്-സൗരി തങ്ങൾ പഴം കൊണ്ടുവന്നു കൊടുത്തു. പക്ഷേ മധുരമുള്ളതല്ല. പിന്നെയും കൊണ്ടുവന്നു കൊടുത്തു. പക്ഷേ മധുരമുള്ളതല്ല, ടേസ്റ്റ് ഉള്ളതല്ല. പിന്നെയും കൊണ്ടുവന്നു കൊടുത്തു. അപ്പോഴും മധുരമുള്ളതല്ല. മുതലാളി ചോദിച്ചു, അല്ല, ഇത്രയും കാലം ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് മധുരമുള്ള പഴമേതാണ്, മധുരമില്ലാത്തത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ എന്ന് ചോദിച്ചപ്പോൾ സുഫിയാൻ അസ്-സൗരി തങ്ങൾ പറഞ്ഞു, ഈ തോട്ടത്തിന്റെ മേൽനോട്ടമല്ലാതെ ഇതിൽ നിന്ന് കഴിക്കാൻ എനിക്ക് സമ്മതം തന്നിട്ടില്ല. അതുകൊണ്ട് ഈ തോട്ടത്തിലെ ഒരു പഴവും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എനിക്ക് അവകാശപ്പെട്ടതാണോ എന്നറിയാത്തോണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഓ, നിങ്ങൾ വലിയ സുഫിയാൻ അസ്-സൗരിന്റെ മാതിരി ഉണ്ടല്ലോ. മുതലാളി പറയാണ്, ഇത് യഥാർത്ഥ സുഫിയാൻ അസ്-സൗരിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ സുഫിയാൻ അസ്-സൗരി തങ്ങളുടെ സൂക്ഷ്മത ലോകം അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് മുതലാളി പറഞ്ഞു, നിങ്ങൾ വലിയ സുഫിയാൻ അസ്-സൗരിന്റെ മാതിരി ഉണ്ടല്ലോ. മഹാനവറുകൾ വെളിപ്പെടുത്തിയില്ല. ഈ തോട്ടത്തിന്റെ മുതലാളി കമ്പോളത്തിൽ പോയിട്ട് മറ്റൊരാളോട് പറഞ്ഞു, എന്റെ തോട്ടത്തിന്റെ നോട്ടക്കാരൻ വലിയ സത്യസന്ധനായ ഒരാളാണ്, അദ്ദേഹത്തിനടുക്കൽ ഞാൻ നല്ല മധുരമുള്ള പഴം കൊണ്ടുതരാൻ പറഞ്ഞപ്പോ കൊണ്ടുതന്നതൊക്കെ കേടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, അവിടുന്ന് ഒരു പഴം പോലും കഴിച്ചിട്ടില്ലെന്ന്.
അപ്പൊ കേട്ട ആളും പറഞ്ഞത് സുഫിയാൻ സൗരിന്റെ മാതിരി ഉണ്ടല്ലോ കേട്ടിട്ട്, കാണാൻ എങ്ങനെയുണ്ട് ആള്? ശാരീരിക ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ കേട്ട ആൾക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ സുഫിയാൻ സൗരിയാണ്. അപ്പൊ പറഞ്ഞു അത് യഥാർത്ഥ സുഫിയാൻ സൗരി തന്നെയാണ്, നമുക്ക് രണ്ടാക്കും കൂടി പോയി പിടിച്ചോണ്ട് കൊടുത്താൽ ഗവൺമെന്റ് നല്ല പൈസ തരും നമുക്ക്. അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഖലീഫ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാളും കൂടി തോട്ടത്തിലേക്ക് വന്നു. തോട്ടത്തിലേക്ക് വരുമ്പോഴേക്ക് മഹാനവറുകൾ അവിടെ നിന്ന് നാട് വിട്ടു കഴിഞ്ഞു. കാരണം എന്നെ തിരിച്ചറിഞ്ഞു പോയാൽ എന്ന നിലക്ക് മഹാനവറുകൾ അവിടെ നിന്ന് നാട് വിടുകയാണ്. അറിയുമോ, അങ്ങനെ യമനിന്റെ മാർക്കറ്റിൽ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ വന്നു. യമനിലെ മാർക്കറ്റിൽ വന്നിട്ട് കമ്പോളത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടോ? കൂലിപ്പണിക്കാരെ, വേലക്കാരെ ആവശ്യമുണ്ടോ എന്ന് മഹാനവറുകൾ അങ്ങ് അന്വേഷിക്കുമ്പോൾ കമ്പോളക്കാർക്കൊരു സംശയമാണ്. ഇങ്ങനെയുള്ള ഒരാൾ ജോലിക്ക് വരാൻ സാധ്യതയില്ല. ഇദ്ദേഹം ഒരുപക്ഷെ മോഷണം ഉദ്ദേശിച്ചുകൊണ്ട് വന്നതായിരിക്കാം. നല്ല പാൻസ് ഷർട്ടും ഒക്കെ ഇട്ട് ടിപ് ടോപ്പ് ആയ ഒരാളെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് വെയിറ്ററുടെ പണിക്ക് ആളെ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും. എടാ, ഇയാളൊക്കെ ഹോട്ടലിൽ നിൽക്കേണ്ട ആളല്ലല്ലോ, അപ്പൊ എന്തോ ഒരു ദുരുദ്ദേശത്തിലായിരിക്കും ഈ ജോലി ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് കമ്പോളത്തിലുള്ള ആളുകൾക്ക് സംശയമായി. ഇങ്ങനെ ഒരാള് കമ്പോളത്തിൽ ജോലി ചോദിച്ചു വരാൻ സാധ്യതയില്ല, മാർക്കറ്റിലെ പണി ചോദിച്ചു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ഗവർണർക്ക് അറിയിക്കുക, ഞങ്ങളുടെ കമ്പോളത്തിൽ മോഷ്ടാവ് വന്നിട്ടുണ്ട്. അങ്ങനെ യമനിലെ ഗവർണറുടെ മുമ്പിലേക്ക് മഹാനവറുകളെ ഹാജരാക്കുകയാണ്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. ആളുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം മോഷണം ഉദ്ദേശിച്ച് വന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഗവർണറുടെ മുമ്പിൽ അങ്ങ് കൊണ്ടുവന്നപ്പോൾ ഗവർണർ ചോദിക്കുകയാണ്, മസ്മുക, നിങ്ങളുടെ പേരെന്താണ്? ഉടനെ മഹാനായ സുഫിയാൻ തങ്ങൾ പറയാണ്, ഇസ്മി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അപ്പം അമീർ പറഞ്ഞു, ഗവർണർ പറഞ്ഞു, നമ്മളെല്ലാരും അള്ളാഹുവിന്റെ അടിമ തന്നെയാ, നിങ്ങളുടെ ശരിയായ പേരങ്ങ് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ നേരെയുള്ള പേരെന്താ? നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വെച്ച പേരെന്താണ്? നിങ്ങളുടെ ശരിയായ പേരെന്താണ്? നിങ്ങളുടെ യഥാർത്ഥ പേരൊന്ന് പറയണേ. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഇസ്മി സുഫിയാൻ, എന്റെ പേര് സുഫിയാൻ എന്നാണ്. സുഫിയാൻ ഇബ്നു മൻ, ആരുടെ മകനായ സുഫിയാനാണ് നിങ്ങൾ? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്റെ മകനായ സുഫിയാനാണ്. അപ്പോഴും ഗവർണർ പറഞ്ഞു, അഖ്സംതു അലൈക അൻ തുഖ്ബിറനി ബിസ്മിക വസ്മി അബീക, നിങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല, നിങ്ങളുടെ വാപ്പയുടെ നേരെ ഉള്ള പേരെന്താണ്? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, അന സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി, ഞാനാണ് സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി എന്ന ആൾ. ഉടനെ ഗവർണർ ചോദിക്കുകയാണ്, അന്ത സുഫിയാൻ അസ്-സൗരി, നിങ്ങൾ തന്നെയാണോ സുഫിയാൻ അസ്-സൗരി? നഅം, അതെ. അന്തല്ലദീ ഫറർത മിൻ ബൈനി യദൈ അബീ ജഅഫറിൻ, അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഭരണാധികാരിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടയാളാണോ നിങ്ങൾ? നഅം, അതെ. അന്തല്ലദീ അറാദക അലൽ ഖളാഇ ഫഅബൈത, നിങ്ങളാണോ ഖാളിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ, ജഡ്ജിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ വിസമ്മതിച്ചുകൊണ്ട് പോന്ന ആളാണോ? അന്തല്ലദീ ജഅല ഫീകൽ ഖലീഫത്തുൽ ജായിസ, നിങ്ങളെ പിടിച്ചു കൊടുത്താൽ സമ്മാനം തരാമെന്ന് ഭരണാധികാരി പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾ തന്നെയാണോ? അതെ, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണത്.
ഞാനാണ് ഈ രാജ്യത്തിന്റെ ജഡ്ജിയാകാൻ പറ്റൂല എന്ന് പറഞ്ഞ പോന്ന ആള്, ഞാനാണ് ഭരണാധികാരിയുടെ ഓഫറുകളുടെ മുമ്പിൽ നിൽക്കാതെ പോന്നയാള്. ഉടനെ യമനിന്റെ ഗവർണർ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്ന അബൂ ജഅഫർ അൽ മൻസൂർ അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ്, അന്നത്തെ ഭരണാധികാരിയാണ്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് യമനിലെ ഗവർണർ. ആ ഗവർണർ പറയുകയാണ്, യാ അബാ അബ്ദില്ലാഹ് അഖിം കൈഫ ശിഅത വർഹൽ മതാ ശിഅത ഫവല്ലാഹി ലൗ കുൻത മുഖ്തബിഅൻ തഹത ഖദമി മാ റഫഅതുഹാ അൻക അഖിം കൈഫ ശിഅത ഫിൽ യമൻ. ഓ സുഫിയാനു സൗരി തങ്ങളെ, നിങ്ങൾ ഈ രാജ്യത്തെ ഇഷ്ടമുള്ളിടത്ത് ജീവിച്ചോ, ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ. നിങ്ങൾ എന്റെ കാൽ കീഴിൽ ഒളിച്ചിരുന്നാൽ പോലും ഞാൻ ഒരാളോടും നിങ്ങളെ കുറിച്ച് പറയില്ല, ഭരണാധികാരിയോട് നിങ്ങളെ കുറിച്ച് വിവരം നൽകുകയില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചോ സുഫിയാൻ എന്നവരെ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു യമനിൽ താമസിക്കുകയാണ്. കുറച്ചു കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ മക്കയിലേക്ക് ചെന്നു ഹജ്ജ് നിർവഹിക്കാൻ. അതേ കൊല്ലം തന്നെ ഭരണാധികാരിയായ അബൂ ജഅഫർ അൽ മൻസൂർ വരുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കാൻ. അദ്ദേഹം അറിഞ്ഞു സുഫിയാൻ സൗരി തങ്ങൾ മക്കയിലുണ്ട് എന്ന്. ഉടനെ അബൂ ജഅഫർ തീരുമാനിച്ചു, മഹാനായ സുഫിയാൻ തങ്ങളെ മക്കയിൽ വെച്ച് കൊന്നുകളയാൻ. ഈ വിവരം സുഫിയാൻ സൗരി തങ്ങൾ അറിയുകയാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ നിൽക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ അവിടെ നിന്ന് ഓടി താൽക്കാലികമായി സമാധാനമുള്ള സ്ഥലത്ത് പോയി. ഇപ്പോഴും അക്രമിയായ ഭരണാധികാരി വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് നിർവാഹമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭാഗമൊന്ന് ശ്രദ്ധിക്കണേ. മഹാനായ സുഫിയാൻ സൗരി തങ്ങളെ മക്കയിൽ വെച്ച് കൊന്നുകളയാൻ അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഭരണാധികാരി തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കഅബാലയത്തിന്റെ സന്നിധാനത്തിലേക്ക് ചെന്നുകൊണ്ട് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ നിൽക്കുകയാണ്. ഹത്താ വസല ഇൻദൽ കഅബതി ثم رفع يديه. രണ്ട് കൈകളും വാനലോകത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ അഖ്സംതു അലൈക അല്ലാ യദ്ഖുലഹാ അബൂ ജഅഫർ. അല്ലാഹുവേ, അബൂ ജഅഫർ ഈ മക്കത്ത് കടക്കാൻ പാടില്ല റബ്ബേ. സാധാരണ ദുആ അല്ലത്, അഖ്സംതു അലൈക യാ റബ്ബ്, അല്ലാഹുവേ നിന്നോട് ഞാൻ തീർച്ചപ്പെടുത്തി സത്യം ചെയ്തു പറയാ, അബൂ ജഅഫർ ഈ മക്കത്ത് കടക്കരുത്. അല്ലാഹുവേ, അബൂ ജഅഫറിനെ ഇവിടെ കടത്തല്ലേ അല്ലാഹുവല്ല, അഖ്സംതു അലൈക യാ റബ്ബ്, അല്ലാഹുവേ നിന്നോട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അബൂ ജഅഫർ ഇവിടെ കടക്കാൻ പാടില്ല. കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന് 3 പ്രാവശ്യം അങ്ങ് പറഞ്ഞു, അല്ലാഹു അബൂ ജഅഫർ ഈ മക്കത്ത് കടക്കരുത്, അബൂ ജഅഫർ ഈ മക്കത്ത് കടക്കാൻ പാടില്ല, നിന്നോട് ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. അബൂ ജഅഫർ അൽ മൻസൂർ പാരാവാര സമാനമായ പരിവാര സമേതം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരികയാണ്. സുഫിയാൻ സൗരി തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച ആളാണ്. പക്ഷേ മക്കയുടെ ബോർഡർ അങ്ങെത്തിയപ്പോൾ രോഗമില്ല, അപകടം പറ്റിയില്ല, ആരും കൊന്നതല്ല, അബൂ ജഅഫർ അങ്ങ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് മക്കയിലേക്ക് കടന്നതെന്ന് ചരിത്രമങ്ങ് എഴുതി വെക്കുമ്പോൾ അല്ലാഹുവിനെ വേണ്ട പോലെ സൂക്ഷിച്ച് ജീവിച്ചാൽ വിളിക്കുന്ന സമയത്ത് റബ്ബ് ഉത്തരം ചെയ്യുന്നതാ.